ദൈവാത്മാവിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. റോമാലേഖനം ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഈ ആഴ്ചയിൽ ഉൽപ്പത്തി പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ വചനം ഇടുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കെല്ലാം വചനം ഷെയർ ചെയ്യുന്നു. ഏതാണ്ട് 650 പേർക്ക് ദൈവവചനം എത്തുന്നുണ്ട്. 650 പേർക്ക് ദൈവവചനം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വ്യക്തിപരമായി അപ്പോൾ ദൈവാത്മാവിൽ തരുന്ന ഒരു പ്രകാശനം അനുസരിച്ചാണ് നമ്മൾ ആ വചനം വായിച്ച് ധ്യാനിച്ച ശേഷം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് വിശ്വസിച്ചുകൊണ്ട്, ആ വാക്യം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കും വിടുതൽ തരും. കാരണം വചനം ദൈവമാണ്, അതുകൊണ്ട് അതിന് ജീവനുണ്ട്. ക്രിയേറ്റ് ചെയ്യാൻ, സൃഷ്ടിക്കാൻ ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വചനം നമ്മൾ ഉൾക്കൊള്ളുക. എല്ലാ ദിവസത്തെയും വചനം നിങ്ങൾ വായിക്കുക, ഉരുവിടുക, പ്രാർത്ഥിക്കുക. ദൈവം മറുപടി നൽകും. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യും എന്ന ഒരു ചെറിയ ചിന്തയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒരു മനുഷ്യന് വേണ്ടി ദൈവത്തെ അനുസരിക്കുന്ന, അതുകൂടെ പറയണം, ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമുമായി ബന്ധപ്പെട്ടുള്ള ചില ചിന്തകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലെ ആ പ്രധാനപ്പെട്ട കാര്യം മാത്രം ഒന്ന് പറഞ്ഞ് ഒത്തിരി ഡീപ്പായിട്ട് പോകാതെ നമുക്കും ദൈവം അതുപോലെ വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി മാത്രമാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. 12:17. ആരെങ്കിലും ഒരാൾ വായിച്ചാൽ ഉപകാരം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കും. പ്രൈസ് ദി ലോർഡ്. 17-ാം വാക്യം. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ഈ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ വിളി കേട്ട് അബ്രഹാം ഇറങ്ങി. 12-ാം അധ്യായത്തിൽ പറയല്ല, അപ്പോസ്തല പ്രവൃത്തിയിലാണ് ശരിയായിട്ട് അബ്രഹാമിനെ വിളിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെസോപ്പൊത്തോമയിൽ വെച്ച് ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഹാരാനിൽ വെച്ചാണ് അബ്രഹാം അപ്പം മരിച്ച ശേഷം, അപ്പം തടസ്സമായിരുന്നു. ദേരഹ് എന്ന വാക്കിന്റെ അർത്ഥം തടസ്സമെന്നാണ്. അപ്പൻ തടസ്സമായതുകൊണ്ട് പിന്നെ അപ്പനെ മാറ്റിയിട്ട്, അപ്പനെ വെട്ടിയിട്ട് അബ്രഹാമിനെ ദൈവം പുറപ്പെടുവിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തേജോമയനായ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. ആ അനുസരണം നിമിത്തം അബ്രഹാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ക്ഷാമം ഉണ്ടായി. 12:10 ദേശത്ത് ക്ഷാമം ഉണ്ടായി. അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. അപ്പോൾ ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് ബുദ്ധിയുടെ പ്രമാണമാണ്. ശ്രദ്ധിക്കണേ. ദൈവം വിളിച്ച വിളി നമ്മിൽ കിടക്കുമ്പോൾ തന്നെ ആ വിളിയെ മറികടന്ന് ബുദ്ധി പ്രയോഗിച്ച് പോകുന്ന പോക്കുകളുണ്ട്. എല്ലാവരും ശ്രദ്ധയോടായിരിക്കണം. ഞാൻ പറയുന്നത് ആത്മാവിൽ ആകണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ വിളിച്ച വിളി ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ ദൈവം അടുത്ത വഴി കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ബുദ്ധിയിൽ ആശ്രയിച്ച് നമ്മളൊരു വഴി കണ്ടുപിടിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അബ്രഹാം എങ്ങോട്ട് പോയെന്നറിയാമോ? മിസ്രൈമിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. ആമേൻ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. പുള്ളി നന്മയുണ്ടാകാനും ബുദ്ധിയിലും തന്ത്രത്തിലും ആശ്രയിച്ചു. രണ്ട് കാര്യമാണ്. ഒന്ന് ബുദ്ധി, മറ്റൊന്ന് തന്ത്രം. തന്ത്രം ഇതാണ്:
സാറാൻ്റെ ഭാര്യയാണേലും പെങ്ങളാണെന്ന് പറയണമെന്ന് പറഞ്ഞു. ഒരു വഴിക്കത് ശരിയാണ്, അപ്പനൊന്നും അമ്മ രണ്ടുമാണ് ആ വകയിൽ, അങ്ങനെയാണ് ആ ക്രമം. അപ്പോൾ ഒരു വഴിക്ക് വരുമ്പോൾ പെങ്ങളുമാണ്, ഒരു വഴിക്ക് വരുമ്പോൾ ഭാര്യയാണ്. അപ്പോൾ പെങ്ങളാണെന്ന് പറഞ്ഞാൽ നന്മ വരും എന്ന് അബ്രഹാം പറയുന്നു. ആ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പം ചിലർ വിളി കേട്ടൊക്കെ ഇറങ്ങിയാലും ബുദ്ധിയുടെ പ്രമാണവും തന്ത്രവും അവരുപയോഗിക്കും. ബുദ്ധിയുടെ പ്രമാണവും തന്ത്രവും അവരുപയോഗിക്കും. സംഭവം, സാറ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലേണ്ടി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി ദീർഘമായിട്ട് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന് ക്ഷീണമായി. എൻ്റെ ഭാവനയിലും ഭാഷയിലും ഞാൻ പറയുകയാണ്, ഇത് ദൈവത്തിന് ക്ഷീണമായി. ഒന്ന്, അവന് നന്മ ആഗ്രഹിച്ചു. രണ്ട്, ഒരല്പം കള്ളം പറഞ്ഞു. ഇത് രണ്ടും നിമിത്തം ഇവൻ്റെ വീട്ടിൽ ഉറങ്ങേണ്ടവള് മറ്റൊരുത്തൻ്റെ വീട്ടിൽ ഉറങ്ങാനെത്തി. അപ്പൊ നമ്മൾ വായിച്ച വാക്യം ഏതാണ്? യഹോവ അബ്രഹാമിന്റെ ഭാര്യ സാറായ നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, എൻ്റെ ഭാഷയെ ഞാൻ പറയാം, ദൈവം തമ്പുരാൻ അവിടെ ഇറങ്ങി മറ്റവന്റെ കൊങ്ങായ്ക്ക് പിടിക്കേണ്ടി വന്നു. ആരുടെ? ഫറവോന്റെ. മനസ്സിലായോ? ആർക്കാ മെനക്കേടുണ്ടായത്? ആർക്കാ? ദൈവത്തിന്. അപ്പൊ നമ്മൾ നമ്മുടേതായ ചില പ്രമാണങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് ചില കാര്യങ്ങൾ, ചില കരുക്കൾ നീക്കുമ്പോൾ ചെന്ന് കയറുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലും കണ്ണിലും കയ്യിലും ഒക്കെയാണ്. പക്ഷേ നമ്മളെ വിളിച്ചും പോയി. ഇനിയിപ്പോൾ കൈവിടാൻ ഒക്കത്തുമില്ല. സാറായിൽ നിന്ന് വാഗ്ദത്ത സന്തതി ജനിപ്പിക്കാൻ ദൈവം പ്ലാൻ ചെയ്ത ഒരു ജനറേഷനെ, ഒരു രാജ്യത്തെ തന്നെ, ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ അതിലൂടെ മശിഹായെ കൊണ്ടുവരാൻ ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ പിശാച് ബുദ്ധി പ്രയോഗിപ്പിച്ച്, തന്ത്രം ഉപയോഗിപ്പിച്ച് ആ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനെ പൊളിക്കാൻ ഫറവോന്റെ അടുക്കൽ അവൾ ചെല്ലേണ്ടി വന്നു. ഇപ്പം നമ്മളൊരു കാര്യം ഓർത്തോണം, നമ്മൾ വിളി കേട്ട് കഴിഞ്ഞ് പോയാൽ പിന്നെയും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം വേണം പോകാൻ. ബുദ്ധിയും ഉപയോഗിക്കരുത്. ബുദ്ധി എന്ന് പറയുമ്പോൾ പാമ്പിനെ പോലെ ബുദ്ധി വേണം. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല, കുറുക്ക് വഴികളിലൂടെ നന്മ ഉണ്ടാക്കാനുള്ള ബുദ്ധി, അതാണ് ഇവിടെ പറയുന്ന ഒന്ന്. മറ്റൊന്ന്, തന്ത്രങ്ങളിലൂടെ നിലനിൽക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട്. തന്ത്രങ്ങളിലൂടെ നിലനിൽക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട്, അതാണ് അബ്രഹാം ചെയ്തത്. പക്ഷേ ദൈവം, ഞാൻ ആദ്യം പറഞ്ഞ വാചകം പറയുന്നു, ഒരു മനുഷ്യന് വേണ്ടി, ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഇറങ്ങിത്തിരിച്ചല്ലോ. അതാ അവിടെ അനുസരണമെന്ന് ഞാൻ പറയുന്നത്. ദൈവം രാത്രിയിൽ ഫറവോന്റെ, ഈജിപ്തിലെ ഫറവോയുടെ കൊട്ടാരത്തിൽ ഇറങ്ങി അവനെ ദണ്ഡിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അയലത്തെ ചങ്കരപ്പുള്ളെ ദണ്ഡിപ്പിക്കുന്നത് പോലെ ഉള്ള വിഷയമല്ലിത്. ഇന്നത്തെ അമേരിക്ക പോലെ അന്നത്തെ ഈജിപ്റ്റ് ശക്തമായിരുന്നു, ബാബേൽ സാമ്രാജ്യം ശക്തമായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും അലക്സാണ്ട്രിയൻ കപ്പൽ, അലക്സാണ്ട്രിയൻ ലൈബ്രറി, ഈജിപ്തിൻ്റെ പിരമിഡ്, ആ സംസ്കാരങ്ങൾ, ഇതെല്ലാം പുരാതനവും വളരെ ശക്തവുമായിരുന്നു. അവരുടെ മമ്മി അടക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഫറവോമാർ, അതിൻ്റെ പരമ്പര, ആ വലിയ ഒരു രാജ്യത്തെ രാജാവിനെ തന്നെ അബ്രഹാമിന് വേണ്ടി ഭാര്യയെ തൊടാതിരിക്കാൻ, സാറായെ തൊടാതിരിക്കാൻ ആ രാജാവിനെ ദണ്ഡിപ്പിച്ചെന്ന് നമ്മൾ വായിക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മറുവശവും കൂടെ പറയാം. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ നമ്മൾ
പെട്ടെന്ന് നന്മ ഉണ്ടാകുകയും ചെയ്തു കേട്ടോ. ആടും മാടും എല്ലാം കൊടുത്തു, വെള്ളിക്കാശും പൊന്നാണയും എല്ലാം കൊടുത്തു. ആ തന്ത്രം വളരെ ക്ലിയർ ആയിരുന്നു. പിന്നെ യൂദാ വിചാരിച്ചതുപോലെ ഞാൻ യേശുവിനെ ഒറ്റ കൊടുത്താലും യേശു അത്ഭുതം ചെയ്യുന്ന ആളാ, പുള്ളി രക്ഷപ്പെട്ടോളും എന്ന് യൂദാ വിചാരിച്ചതുപോലെ അബ്രഹാം വിചാരിച്ചോ എന്ന് നമുക്കറിയത്തില്ല. ദൈവം ഇടപെട്ടോളും, അതുകൊണ്ട് ഞാൻ സാറായി അങ്ങോട്ട് വിടുക എന്ന് പറഞ്ഞു വിട്ടതാണെന്ന് അറിയത്തില്ല. എന്തായാലും ആ വിശുദ്ധ സന്തതിയിലൂടെ, വാഗ്ദത്ത സന്തതിയിലൂടെ ക്രിസ്തു പിറക്കുന്നതിന് തടസ്സമായി സാറായെ അശുദ്ധമാക്കാൻ നോക്കിയ ആ വിഷയത്തിനകത്ത് അബ്രഹാമിന് വേണ്ടി ദൈവം ഇറങ്ങി ഇടപെടുകയാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയാം. വഴിത്തലക്കൽ തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്ന തലമുറകളെ തകർക്കാൻ, കൂട്ടാളികളെ തകർക്കാൻ വെല്ലുവിളിക്കുന്ന മാനുഷിക പൈശാചിക തന്ത്രങ്ങളും കൂട്ടുകെട്ടുകളും ഉള്ളപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം നമ്മളെയും നമുക്കുള്ളതിനെയും തകർത്ത് കളയാതെ നിർത്തുന്നത് അന്ന് ഫറവോനോട് ഇടപെട്ടതുപോലെ ചില മണ്ഡലങ്ങളിൽ ദൈവം ഇടപെട്ട് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്കാർക്കും കേടുവരാതെ ദൈവം നിർത്തുന്നത്. ആമേൻ. ഇത്രയും പറഞ്ഞാൽ വിടുകയാണ്. അപ്പം ആ 12-ാം അധ്യായത്തിൽ അബ്രഹാം ഇറങ്ങിയതേ ഉള്ളൂ. അതേ അധ്യായത്തിൽ അവൻ മെനക്കേടുണ്ടാക്കി. സ്തോത്രം. അവിടെ നിന്നാണ് ഹാഗാർ കയറി വരുന്നത്. ദാസിയിലൂടെ അടുത്ത തലമുറയുണ്ടായി. സ്തോത്രം. ഇനി 14:18 രണ്ടാമത്തെ വിഷയം. 14:18 സ്തോത്രം. ഏകമാട്ടെ. സലോം രാജാവായ മൽക്കിസദേക്കൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ആമേൻ. അവനെ അനുഗ്രഹിച്ചു. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും എല്ലാം 5 രാജാക്കന്മാർ ഒരുമിച്ച് വന്ന് അടിച്ചുകൊണ്ടുപോയി. സഹോദരപുത്രനാണ് ലോത്ത്. ലോത്ത് കൂടെ പോയി എന്നുള്ള ആ ധ്വനിയാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. പക്ഷെ അതിന് മറുവശം ഞാൻ പറയാം. അബ്രഹാമിന് മക്കളില്ലാത്തത് കൊണ്ട് സഹോദരൻ്റെ മകനെ തൻ്റെ മകനെ പോലെ കരുതി പുത്തൻ ഒരു ദേശത്തേക്ക് പോയപ്പോൾ അബ്രഹാം അവനെ കൊണ്ടുപോയി കാണും എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. അവന് ദൈവവിളിയില്ല എന്നുള്ളത് ശരിയാണ്. ദൈവം അവനെ വിളിച്ചിട്ടില്ല, പോകാൻ പറഞ്ഞിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ നമ്മൾ ലോകത്തിൽ കാണുന്നത് പോലെ തന്നെ മക്കളില്ലാത്ത ഒരു കുടുംബം ഒരു ദേശത്തുനിന്ന് വേറൊരു ദേശത്തേക്ക് പോകുമ്പോൾ രക്തബന്ധങ്ങളിൽപ്പെട്ട ഒരാൾ കൂടെ വേണം എന്നതിന്, അപ്പോൾ സഹോദരന് 2 മക്കളുണ്ടെങ്കിൽ എടാ നീ കൂടെ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെ ഒരു സഹായത്തിന് ഇവനെ കൊണ്ടുപോയതായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ അതിനെ അനുമാനിക്കാൻ. പക്ഷെ എഴുതി വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ലോത്ത് കൂടെ പോയി എന്നുള്ളതാണ്. അത് ഒരളവിൽ ശരിയാണ്, പക്ഷെ അതിൻ്റെ മറുവശം മറ്റേതാണ്. ആമേൻ. ഇനി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴീ സമ്പത്തൊക്കെ ഒത്തിരി ഉണ്ടായി ലോത്തിന്. ആടുമാടുകളും ഒട്ടകങ്ങളും എല്ലാം ഉണ്ടായി. സ്വതന്ത്രം. കാരണം പുള്ളിക്ക് കാശ് എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. ചിലർക്ക് അങ്ങനെ ആണല്ലോ, വേറെ ഒന്നുമില്ല. പാട്ടില്ല, പ്രാർത്ഥനയില്ല, അന്യഭാഷയില്ല, അഭിഷേകമില്ല, വെളിപ്പാടില്ല, കൃപയില്ല, ശുശ്രൂഷയില്ല, കാശ്. ലോത്ത് അങ്ങനായിരുന്നു. ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ആരെയും ഏതെങ്കിലും വിഷയത്തിൽ ഉൾക്കൊണ്ട് പറയുകയല്ല. ഞാനൊരു 10 മിനിറ്റേ ആയുള്ളൂ ഈ വായിക്കേണ്ട വേദഭാഗം ഒന്ന് കളക്ട് ചെയ്ത് ഇപ്പം ഇവിടെ ഇരുന്നു കൊണ്ടായി പ്രസംഗിക്കുന്നത്. അല്ല, നേരത്തെ തയ്യാറാക്കിയ പ്രസംഗമല്ല. ഇന്ന് പകൽ മീറ്റിങ്ങിലായിരുന്നു ദൂരെ. അത് കഴിഞ്ഞ് വന്ന് വേറെ പല ബന്ധപ്പാടിലായിരുന്നു. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വേണ്ടത് നിങ്ങൾക്ക് ഇന്ന് എൻ്റെ നാവിലൂടെ ദൈവം തരും.
അതിന് യാതൊരു സംശയമില്ല. കാര്യം നമ്മൾ പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ്. സ്വതന്ത്രം. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അബ്രഹാം 318 അഭ്യാസികളെയും കൊണ്ട് പോയി ആമേൻ അവരെ കീഴടക്കി കൊണ്ടുവന്നു. വാസ്തവം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, ആ അധ്യായത്തിൽ ദൈവം ഇടപെട്ടെന്നോ ഇറങ്ങിയെന്നോ യുദ്ധം ചെയ്തെന്നോ ഒന്നുമില്ലെങ്കിലും അബ്രഹാമിലൂടെയും സാറായിലൂടെയും ഇസഹാക്കിലൂടെയും നടക്കേണ്ട വിടുതൽ നിമിത്തം ആ രാജാക്കന്മാരുടെ കയ്യിൽ അബ്രഹാം ഒതുങ്ങാൻ പാടില്ല എന്ന് ദൈവത്തിന് നിശ്ചയമുള്ളതുകൊണ്ട് അബ്രഹാമിന് ജയം കൊടുത്ത് 5 രാജാക്കന്മാരെയാണ് അബ്രഹാം തോൽപ്പിച്ചത്. അബ്രഹാം ഒരു രാജാവുമല്ല. രാജാവാണോ? പറ. അബ്രഹാം രാജാവല്ല. അബ്രഹാം ഒരു പ്രഭു എന്നുള്ള പ്രയോഗം നമുക്ക് കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം. ലോത്തിൻ്റെ വിഷയത്തിനകത്ത് ഒന്നവൻ ആത്മീയനായതുകൊണ്ട് പൂർവ്വവൈരാഗ്യം വെച്ചില്ല. അബ്രഹാം ഇറങ്ങി അവനെ വിടുവിക്കുകയാണ്. നിനക്കത് വേണോടാ, വിളി കേട്ടത് ഞാനായിരുന്നു ആ നീരോട്ടമുള്ള നല്ല ഭൂമി എടുക്കേണ്ടത്. പക്ഷെ നീ എന്നെ കടത്തിവിട്ടി അടിച്ചു മാറ്റിയതാടാ. പൊട്ടനെ ദൈവം കളിപ്പിച്ച, എന്താ പൊട്ടനെ ചെട്ടി കളിപ്പിച്ച ചെട്ടിയെ ദൈവം കളിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇത് ദൈവം കളിപ്പിച്ചത് തന്നെ എന്നും പറഞ്ഞ് അബ്രഹാം പോകാതിരുന്നില്ല. ആത്മീയൻ വിഷയം വരുമ്പം പഴയതങ്ങ് മറന്നിട്ട് സഹായിക്കേണ്ടവനെ സഹായിക്കും. പക്ഷെ ജഡീകനെ സംബന്ധിച്ചിടത്തോളം വിഷയം വരുമ്പോൾ പഴയത് മറക്കത്തില്ല. അവനത് വരണമെന്ന് പറഞ്ഞ് ആ സമയത്താണ് കയ്യടിയും. വേണമെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ വെച്ചന്ന് കഴിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അബ്രഹാം അങ്ങനെയല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വിടുവിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അതൊന്നും എഴുതിയിട്ടില്ല ആ അധ്യായത്തിൽ. കേവലം ഒരു മനുഷ്യന് വേണ്ടി ആ രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട്, ഇവരിവിടുത്തുകാരല്ലെന്ന് ഓർക്കണം. അബ്രഹാം യാത്ര ചെയ്ത് വരുന്ന പരദേശിയാണ്. മനസ്സിലായില്ലേ? പരദേശിയാണ്. അവന് വേറൊരു ദേശത്ത് വന്ന് രാജാക്കന്മാരെ കീഴടക്കി ലോത്തിനെയും സഹോദരങ്ങളെയും വിടുവിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ അബ്രഹാം ഒടുങ്ങിപ്പോകാൻ പാടില്ല. അവൻ ജയിച്ചു വരേണ്ടത് ആവശ്യമാണെന്ന് ദൈവം കണ്ടു. ആമേൻ. ഇന്ന് രാത്രി അതിലൂടെ എനിക്ക് പറയാനുള്ള ദൂതാണ്, ചില ബലപ്രയോഗങ്ങൾ പോലെ, ചില മൽപ്പിടുത്തങ്ങൾ പോലെ ആമേൻ ചിലരുടെ വിഷയത്തിനകത്ത് നിങ്ങൾ ഇടപെടുമ്പോൾ ആമേൻ നിങ്ങളെ മാനിച്ച് ശത്രു എത്ര പ്രബലനാണെങ്കിലും നിങ്ങൾക്ക് ജയം തന്ന് ദൈവം ഇടപെടുന്ന ഒരു ദൈവിക ഇടപെടലുകളുണ്ടാകും. അത് അറബി ആയാലും റജിമോൻ പൊടി കുഞ്ഞച്ചാനോട് പറയാണ്, അത് സാക്ഷാൽ അറബി കാട്ടറബി ആയാലും അവനെ ദൈവം ഒതുക്കും. ആമേൻ. അത് ഇറാനി ആയാലും അത് മസ്രി ആയാലും അത് സുഡാനി ആയാലും. മനസ്സിലാവുന്നു എൻ്റെ ഭാഷ? ഗൾഫുകാർക്കൊക്കെ അറിയാം ഞാൻ ഈ പറയുന്ന ഭാഷ. സ്തോത്രം. ദൈവം ഇടപെടും. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ നീ അവനെ ഒതുക്കി അവൻ പിടിച്ചോണ്ട് പോയത് നിന്റെ കയ്യിൽ വരത്തക്കതുപോലെ നിന്റെ അവകാശങ്ങൾ, നിന്റെ സഹോദരങ്ങളുടെ അവകാശങ്ങൾ, നിന്റെ രക്തബന്ധങ്ങളുടെ അവകാശങ്ങൾ നിനക്ക് പിടിച്ചെടുക്കാൻ, ജയം തരാൻ പോരാട്ടത്തിൻ്റെ നടുവിൽ ദൈവം അബ്രഹാമിന് വേണ്ടി ഇറങ്ങിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന ദൈവമാണ്. ആദ്യത്തെ വചനം ഞാൻ വീണ്ടും പറയുന്നു, ദൈവ വിളി കേട്ടിറങ്ങിയ ഒരു മനുഷ്യന് വേണ്ടി ദൈവം എന്തും ചെയ്യും. ആമേൻ. 1, ബറവോനെ ദൈവം ദണ്ഡിപ്പിച്ചു. 2, ആമേൻ സ്തോത്രം, ഈ യുദ്ധത്തിൽ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു. 3, ഹല്ലേലൂയ സ്തോത്രം, 16:9 വായിച്ചാട്ടെ. 16:9. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം വാസ്തവത്തിൽ വീട്ടുപ്രശ്നമാണ് കേട്ടോ. ഈ സാറായെ കൊണ്ടുപോയത് വീട്ടുപ്രശ്നമാണ്.
ഈ ലോത്തിന്റെ വിഷയവും വീട്ടുപ്രശ്നമാണ്, കുടുംബ പ്രശ്നം. ഇപ്പൊ ഈ മൂന്നാമത്തെ വിഷയം വന്നിരിക്കുന്നത് ആരുടെ വിഷയമാണ്? പറഞ്ഞേ, ഹാഗാരിന്റെ വിഷയമാണ്. അപ്പൊ ഹാഗാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്തോത്രം. ഗർഭിണിയായി. സാറായിക്കിടെ കണ്ണിന് നിന്ദതയായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ പോവാന്നും പറഞ്ഞ് പോയി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കുടുംബ പ്രശ്നമാണ് വാസ്തവത്തിൽ. അപ്പൊ സർവശക്തനായ ദൈവം ഒരുവന്റെ വീട്ടിൽ, വാസ്തവത്തിൽ വേദപുസ്തകം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ഒന്നുകൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അതൊരു രാജ്യത്തിന്റെ ചരിത്രമാണ് ഇസ്രായേൽ. ആമേൻ. അതൊരു സഭയുടെ ചരിത്രമാണ്. ആമേൻ. ഇതൊരു കുടുംബത്തിന്റെ വിഷയമാണ്. ഹല്ലേലൂയ. അപ്പോ അവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാം ദൂതനെ അയക്കാമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ ദൂതൻ വരുമെന്നും പറഞ്ഞില്ല. സ്തോത്രം. ആകാര് പ്രാർത്ഥിക്കത്തും ഇല്ല. കാരണം അവർ തമ്മിൽ അതല്ലേ പോരാട്ടം. അതുകൊണ്ട് അവൾ പോകുന്ന വഴിക്ക് ഗുണം വരാൻ ആകാര് പ്രാർത്ഥിക്കത്തില്ല. ആകാര് നല്ല ആത്മീയതയൊക്കെ ഉള്ളവളായിരിക്കും. പക്ഷെ ഈ സെർവൻറ്റുമായിട്ടുള്ള മെയ്ഡുമായിട്ടുള്ള ആ വിഷയത്തിനകത്ത് തമ്മിൽ പൂട്ടിയാണ്. ചിലരങ്ങനെ. സ്തോത്രം. നല്ല ജോലിയൊക്കെയാണ്, വീട്ടിൽ മെയ്ഡൊക്കെ ഉണ്ട്, പക്ഷെ മെയ്ഡുമായിട്ട് എപ്പോഴും തല്ലിയിരിക്കും. അങ്ങനെ തല്ലരുത്. മെയ്ഡിനെയും ദൈവം കാണുന്നു. അതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. ആമേൻ. പോയ വഴിക്ക് ഹാഗാരേ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? ആമേൻ. ഇതാര് നിമിത്തമെന്നറിയാമോ? അബ്രഹാം നിമിത്തമാണ്. അബ്രഹാം നിമിത്തമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ ഭാവന ഞാൻ പറയാം. ദൈവം കർത്താവ് ഒരു നല്ല കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. സിംഹാസനത്തിലാണല്ലോ ദൈവം ഇരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തമ്പുരാനിങ്ങനെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഹാഗാർ, സ്തോത്രം, ഗർഭിണിയാണ് അവൾ ഇറങ്ങിപ്പോകുന്ന വെളിപ്പാട്. സർവജ്ഞാനിയാണല്ലോ, ദൈവത്തിനെ കാണാം. ഹലോ. അപ്പോൾ എത്രയോ മൈലുകൾക്കകലെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന ദൈവം ഭൂമിയിലുള്ള അബ്രഹാമിൻ്റെ വീട്ടിലെ ദാസിയുടെ ഇറങ്ങിപ്പോക്ക് കണ്ടിട്ട് ആരെവിടെ? ആമേൻ. സ്തോത്രം. ഗബ്രിയേൽ താഴോട്ട് പോകട്ടെ, എൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ മെയ്ഡ്, സ്തോത്രം, സാറായുടെ മെയ്ഡ് അവിടെ നിന്ന് പോകുന്നു. അവിടെ ചെന്ന് പറ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കിക്കോളാം. സ്തോത്രം. ഇപ്പം മര്യാദയ്ക്ക് പോയി സാറായിക്ക് കീഴടങ്ങിയിരിക്കാൻ പറയാം. ഞാൻ പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഈ ദൂതൻ കണ്ടിട്ടല്ല പറയുന്നത്. ദൂതൻ വന്നു, ദൂതൻ കണ്ടു. പക്ഷെ വിഷയം കണ്ടത് സർവശക്തനായ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ മെയ്ഡിൻ്റെ വീട്ടിൽ, സാറായുടെ വീട്ടിൽ, വിളികേട്ടവൻ്റെ വീട്ടിൽ ഒരു ദുർമരണം നടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഗർഭിണിയായ സാറ മരുഭൂമിയിൽ ഉഴന്ന് നടന്ന് മരിച്ചു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഒന്ന്, ഒരു ദുർമരണം. രണ്ട്, അബ്രഹാമിൽ നിന്ന് ജനിച്ചതാണ്. ആമേൻ. അതും മരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ വീട്ടിൽ ഒരു ദുർമരണം നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹലോ, ചിലരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു പ്രശ്നമുണ്ടായി, ഒരു സെർവൻ്റ്, ഒരു മെയ്ഡ് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അത് വളരെ കൃത്യമായി ഭംഗിയായി കൈകാര്യം ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കീഴടങ്ങിയിരിക്കാൻ ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. കുടുംബ പ്രശ്നം പരിഹരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, അബ്രഹാം എന്ത് കൊടുക്കുമായിരുന്നു? അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ. തന്നെയല്ല, ഈ സാറ ചിലപ്പോൾ ഇച്ചിരി ടെമ്പറുള്ള ആളായിരിക്കും, ഇച്ചിരി ചൂടുള്ള ആളായിരിക്കും. അപ്പോൾ ഇനി വായിരിക്കുന്നത് കേൾക്കണ്ടെന്ന് കരുതി പുള്ളി അങ്ങ് മാറിയിരിക്കുകയാണോ എന്നും നമുക്കറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം.
പക്ഷെ എന്തായാലും ആ വീട്ടിലെ വിഷയത്തിനകത്ത് ആ ഹാഗാരിൻ്റെ വിഷയത്തിൽ ദൈവം ദൂതനെ അയക്കിച്ച് ആ വിഷയം പരിഹരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദാസിയുടെ വിഷയമായാൽ പോലും, ആമേൻ, ഒറിജിനൽ സാറായിലെ വിഷയം അല്ലെങ്കിൽ പോലും, പഴയ നിയമമാണ്, പുതിയ നിയമമല്ല, ഞാൻ എല്ലാ ഭാഗവും അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അപ്പം ഞാൻ പറയുന്നു, നമ്മുടെ വീടിനകത്ത് ഒരു ദോഷം വരാൻ, ഒരു കലക്കം വരാൻ, ഒരു ഭിന്നത വരാൻ, നാട്ടുകാർ നമ്മളെ നോക്കി അതുവിത് പറയാൻ അനുവദിക്കാതെ വിഷയങ്ങളെ പരിഹരിപ്പാൻ ദൂതനെ ഇറക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാത്രിയിൽ ചില ഭവനങ്ങളിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ചില വ്യക്തികളുമായിട്ടുള്ള ഭിന്നതകൾ, യോജിപ്പുകേടുകൾ, ക്രമക്കേടുകൾ, അതെല്ലാം ദൈവത്തിൻ്റെ ദൂതനിറങ്ങി പരിഹരിക്കും. നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ വരത്തില്ല. നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. ദൂതനതിനു വേണ്ടി ഇറങ്ങും. ഞാനങ്ങനെ പോട്ട് സമയം ഒരുപാട് പോകുന്നു. 18:1 അവർ 3 പേരുടെ ത്രിയേക ദൈവം വീട്ടിൽ വരികയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് 12 ദൈവം ഇടപെട്ടു സ്വപ്നത്തിൽ, 13 വീണ്ടും ദൈവം ഇടപെട്ട് ഭൂമിയുടെ കാര്യം പറഞ്ഞു, 15 വീണ്ടും സ്വപ്നത്തിൽ ഇടപെട്ടു, ദർശനത്തിൽ ഇടപെട്ടു. സ്വതന്ത്രം 17 ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്ക. 18 ആയപ്പോഴത്തേക്ക് ഇവർ 3 പേരൂടെ വണ്ടി പിടിച്ച് എവിടെ വന്നെന്നറിയാമോ? ആമേൻ, മമ്രയുടെ തോപ്പിൽ വന്നു. ഓട്ടോറിക്ഷയാണോ വിളിച്ചതെന്ന് നമുക്കറിയത്തില്ല, അതോ ഇന്നോവ കാറിലാണോ വന്നതെന്ന് അറിയത്തില്ല. പ്രൈസലോ 3 പേരുടെ വണ്ടിയിൽ എവിടെ വന്നു? വീട്ടിൽ വന്നു. ഹല്ലേലൂയാ. മനസ്സിലാകുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. ആമേൻ, കൂടാരത്തിൻ്റെ വാതുക്കൽ ഇരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന, ആമേൻ, വീടിനകത്ത് പ്രാർത്ഥനയുള്ള വീട്ടിൽ എന്നും സ്വപ്നവും ദർശനവുമല്ല, ആളത്വപരമായി ദൈവം സഞ്ചരിക്കുന്ന കാൽപ്പാടുകൾ, അതിൻ്റെ ശബ്ദങ്ങൾ, കാലൊച്ചകൾ, ദൈവിക ഇടപെടലുകൾ ചിലത് പ്രത്യക്ഷമായി ആമേൻ അറിയാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കും. ആമേൻ, 8 പശു പുല്ല് തിന്നത്തില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. ചില അടയാളങ്ങൾ സംഭവിക്കട്ടെ, ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, 3 പേര് ആ വീട്ടിലേക്ക് ഇറങ്ങി നിൽക്കുക. ആദ്യം ഒരുപക്ഷെ അതിഥികളാണെന്ന് കരുതിയായിരിക്കും സ്വീകരിച്ചത്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ രംഗം മാറി. എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് യേശുവിനെ പിടികിട്ടിയില്ല. അക്ഷരികമായി ശരീരത്തിൽ രക്തവും ജഡവുമായി വെളിപ്പെട്ടു വന്ന യേശു 3.5 കൊല്ലം കൂടുണ്ടായിട്ട് തേജസ്കരണം സംഭവിച്ച യേശുവിനെയും അവൻ്റെ ശബ്ദത്തെയും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണടഞ്ഞുപോയി. പക്ഷേ അബ്രഹാം അങ്ങനല്ല. ആമേൻ, അബ്രഹാമിന് അതിഥികളായി ഒരു പക്ഷെ ആദ്യം തോന്നിയെങ്കിലും അല്പ നിമിഷത്തിനകത്ത് രംഗം മാറി. ഹല്ലേലൂയ. വന്നവരാണ് ആരാണെന്ന് അബ്രഹാമിന് ബോധ്യപ്പെട്ടു. കാരണം വാഗ്ദത്തങ്ങൾ അതുപോലെ ആ വീടിനകത്ത് വെളിപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് 10 കോടി രൂപ കിട്ടാൻ പോവാണെന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം ഞാൻ മനുഷ്യനാണ്. നിങ്ങൾക്കൊരു തലമുറയുടെ കിട്ടാൻ പോവാന്ന് വെറുതെ പറയാനൊക്കത്തില്ല, കാഷ്വലായിട്ട് പറയാനൊക്കത്തില്ല. ഞാൻ ആത്മാവിലാണെങ്കിലേ അത് പറയാനോ. മനസ്സിലാവുന്നുണ്ടോ? അത് കൃപാവരത്തിൻ്റെ അല്ലെങ്കിൽ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷയുള്ളവർ പറയും. പക്ഷെ ഇവിടെ ഈ പുതിയ നിയമ വെളിപ്പാട് അന്നില്ലല്ലോ. പുതിയ നിയമ വെളിപ്പാട് അന്നില്ല. അന്ന് പാർഷ്യലായിട്ടാണ് ദൈവം ഇടപെടുന്നത്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർഷ്യലാണ് വെളിപ്പാട്, ഭാഗമായാണ് വെളിപ്പാട് പഴയ നിയമത്തിൽ. ആമേൻ. അപ്പം ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. വരുന്ന കൊല്ലം ഈ സമയമാകുമ്പോൾ
ആമേൻ, നിനക്കൊരു മകനുണ്ടാകും. 12 മുതൽ 6 അധ്യായം ഉള്ളെങ്കിലും 24 കൊല്ലമെടുത്തു. ശ്രദ്ധിച്ചേ, 12 മുതൽ 18 വരെയുള്ള 6 അധ്യായമേ ഉള്ളെങ്കിലും 24 കൊല്ലമെടുത്തു. ആമേൻ, അബ്രഹാം വീട്ടിൽ വരാൻ. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്? 24-ാമത്തെ കൊല്ലത്തിലാണ് വന്ന് പറയുന്നത്. 25-ാമത്തെ വയസ്സിലാണ് പൂർത്തീകരിച്ചത്. 100-ാമത്തെ വയസ്സിൽ, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേൾക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സർവശക്തൻ, ആമേൻ, സ്വപ്നവും ദർശനവും കണ്ട് നടന്നവൻ, പോയവൻ, അവൻ്റെ വിഷയത്തിൽ ഇടപെട്ടവൻ, ഒരിക്കൽ ആമേൻ ദൈവം നമ്മുടെ അടുത്ത് വരും, അടുത്തിടപെടും, അടുത്ത് സംസാരിക്കും. എത്ര പേർക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട്, വിശ്വാസം വരുന്നുണ്ട്? ഹല്ലേലൂയാ. ലോകേ ഞാൻ ഓട്ടം തികച്ചു എന്നുള്ള പാട്ട്, സ്തോത്രം, എഴുതിയ ആളിൻ്റെ ബ്രദർ, ഭക്തനായ മനുഷ്യൻ, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മരിക്കാറായി കിടക്കുകയാണ്. ഉടനെ അദ്ദേഹത്തിൻ്റെ ബ്രദർ വന്ന് ആ കട്ടിലിരുന്നു. ഉടനെ ആ മരിക്കാൻ കിടക്കുന്ന ആള് പറഞ്ഞു, നീ അവിടെ നിന്ന് മാറിയിരിക്കേ, ദൂതൻ വന്നിരിക്കുകയാണ്, കട്ടിലിരിക്കുകയാണ്, എന്നെ കൊണ്ടുപോകാൻ. അപ്പം അത് കേട്ടിട്ടാണ് ആ സഹോദരൻ എഴുതിയത്, ലോകെ ഞാൻ ദൂരസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ വന്നിരിക്കുന്നു എന്നുള്ള വരികൾ എഴുതാൻ കാരണം അതാണ്. ഹലോ, യാക്കോബ് കട്ടിലിൽ കാലെടുത്ത് വെച്ചിട്ട് മരിക്കുകയാണ്. അവസാനം പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നു വെച്ചു. അവസാന കാലത്ത് ചവിട്ടി കുളവാക്കാതെ, സ്തോത്രം, ഹല്ലേലൂയാ, ഭക്തിയോടെ വചനപ്രകാരം ജീവിച്ച് മരിച്ചാൽ മരണസമയം അറിയിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ചേർന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയാ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കത്തില്ല. എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് എനിക്കിനി 3 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാ, ബ്രാച്ചാൻ അറിയാം. അപ്പോൾ പറഞ്ഞു 3 ദിവസം കൂടെ എനിക്കുള്ളൂ എന്ന്. അപ്പോൾ അവൾ മരിക്കുന്ന ടൈം തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഒരു ഊഹത്തിന്, ഒരു ഓളത്തിന് പോകുന്ന ബന്ധിക്കൂസുകാരാവരുത്. ദൈവീക ഇടപെടൽ, ആളത്വപരമായ ഇടപെടൽ, ദൈവ ശബ്ദങ്ങൾ, വെളിപ്പാടുകളൊക്കെ ആഴത്തിൽ കാണുന്ന ദൈവമക്കളായ ദിവസങ്ങളിൽ മാറണം. ഒരു മനുഷ്യന് വേണ്ടി ദൈവം വീട്ടിലിറങ്ങി വന്ന് എഗ്രിമെൻ്റ്, വാഗ്ദത്തം ഉറപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ അത്രയും പറഞ്ഞു വിടുകയാണ്. 18-22 വാക്യം വായിച്ചാട്ട്. 18-22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ആമേൻ. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന 3 പേരിൽ 2 പേര് സോദോമിലോട്ട് പോയി. ഒരാള് യഹോവയായ ദൈവം, സാക്ഷാൽ ദൈവം അബ്രഹാമുമായിട്ട് സംസാരിച്ച് നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ ജഡീകന്റെ വീട്ടിൽ ദൈവമൊന്നും വരത്തില്ല, ദൂതനെ വിടത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കണം. ഒറിജിനൽ യഹോവ, ഇതിന് നമുക്ക് പരിമിതികളുണ്ട് ദൈവശാസ്ത്രപരമായി വ്യാഖ്യാനിക്കാൻ. ഒറിജിനൽ യഹോവ അബ്രഹാമിൻ്റെ സന്നിധിയിൽ തന്നെ നിന്നു. യഹോവയുടെ സന്നിധിയിൽ അബ്രഹാം നിന്നു എന്നാണ് വായിക്കുന്നത്. മറ്റൊരു 2 പേരെ അങ്ങോട്ട് വിട്ടെ. അവർ കുറഞ്ഞവരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ആയാലും യഹോവയുടെ സന്നിധിയിൽ അബ്രഹാം നിന്നെന്ന് പറയുമ്പോൾ മറ്റവർക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. ആ ദൂതന്മാർ 19 അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോത്തിന്റെ, അബ്രഹാമിന്റെ സഹോദരപുത്രൻ ലോത്തിന്റെ വിഷയമാണ്. എടാ, ഞാൻ നിന്നെ മാത്രമേ വിളിച്ചോളൂ, നിന്റെ ചേടക്കാരനെ ഒന്നും ഞാൻ വിളിച്ചില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കേണ്ട, നീ നിന്റെ വീട്ടിലോട്ട് പോ, ഞങ്ങൾ അങ്ങോട്ട് പോയി അത് കൈകാര്യം ചെയ്തിട്ട് അങ്ങ് പോവാന്ന് പറയാൻ
ദൈവം തയ്യാറല്ല. ഹലോ, നിങ്ങൾ എത്ര പേര് ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വന്നതേ വിളി കേട്ട നിന്റെ കാര്യം ഒന്ന് കൈകാര്യം ചെയ്യാനാ വന്നേ, വായ്തത്വം പറയാനാ വന്നേ. അല്ലാതെ കസേര നോക്കി കവലയിലിരുന്ന, പട്ടണത്തിലിരുന്ന, മുനിസിപ്പൽ ചെയർമാനായിരുന്ന, പട്ടണം മേയറായിരുന്ന, അമേൻ, മേയർ, പുള്ളി മേയറായിരുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ആയിരുന്ന ലോത്തിനെ വിടുവിക്കാൻ വേണ്ടി അബ്രഹാം നിമിത്തം അവിടെ ഒരിടപെടൽ ദൈവം നടത്തുകയാണ്. ഒരു മനുഷ്യന് വേണ്ടി ദൈവം എന്തും ചെയ്യും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. ആമേൻ. ഇവിടെ ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അബ്രഹാമായിട്ട് നിൽക്കുന്നു, മറ്റവർ പോയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടിവിൽ നിന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ അത്ര ആത്മീയനല്ലെങ്കിലും ഒരല്പം തരികിടയാണെങ്കിലും നിങ്ങൾ ആത്മീയനാണെന്ന കാരണത്താൽ നിങ്ങളുടെ മധ്യസ്ഥതയ്ക്ക് ദൈവം നിൽക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചതാ പാസ്റ്ററെ, അവൻ രക്ഷപ്പെടത്തില്ല എന്ന് പറയാൻ വരട്ടെ. നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവം അബ്രഹാം എന്ന ഒരു മനുഷ്യന് വേണ്ടി ഇടപെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടി ആ ആളിനെ ദൈവം രക്ഷിക്കും. പക്ഷെ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അപ്പനുടായ്പും അമ്മ തരികിടയും ആണെങ്കിൽ മോൻ്റെ കാര്യം നടക്കത്തില്ല, മോടെ കാര്യം നടക്കത്തില്ല, അളിയൻ്റെ കാര്യം നടക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അമ്മാച്ചൻ്റെ കാര്യം നടക്കത്തില്ല. അമ്മയും റെഡി ആയിരിക്കണം, അപ്പനും റെഡി ആയിരിക്കണം. എന്നാൽ മോടെ കാര്യം നടക്കും, മോൻ്റെ കാര്യം നടക്കും, അളിയൻ്റെ കാര്യം നടക്കും, അമ്മാച്ചൻ്റെ കാര്യം നടക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് കൂടെ വിളിയില്ലെങ്കിലും ആമ ഇറങ്ങി വന്ന ആ രക്തബന്ധം നിമിത്തം ദൈവം അബ്രഹാമിൻ്റെ മധ്യസ്ഥതയ്ക്ക് നിൽക്കുക. 50 തുടങ്ങി 10 വരെ വന്നു കേട്ടോ. 50 തുടങ്ങിയതാ, 10 വരെ വന്നു. അപ്പോൾ ദൈവം എത്രമാത്രം ക്ഷമയോടാ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ ദൈവത്തിന് അബ്രഹാം പറയുമ്പോഴെല്ലാം അറിയാം അവിടെ 10 പോലും ഇല്ലെന്ന്. എന്നാലും അവൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിൽക്കുക. പിടികിട്ടുന്നുണ്ടോ? കാരണം ഒന്നിൽ അവൻ നന്നാവണം, അല്ലേ അവൻ്റെ ഭാര്യ നന്നാവണം, അല്ലെങ്കിൽ അവൻ്റെ പിള്ളേർ നന്നാവണം. യവനും നന്നായില്ല, യവൻ്റെ ഭാര്യ നന്നായില്ല, യവൻ്റെ പിള്ളേരും നന്നായില്ല, മരുമക്കള് പറഞ്ഞു വെച്ചവനും നന്നായില്ല. അവർക്ക് കളിയായിട്ട് തോന്നി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് ലോത്തിൻ്റെ കൈക്ക് പിടിച്ചെന്നാണ്. ചെന്ന് ദൂതൻ ലോത്തിൻ്റെ കൈക്ക് പിടിച്ചെന്നാണ്. ഹലോ, ചെറിയ കാര്യമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ പ്രസംഗം ഒരു ഒഴുക്കിന് പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവത്തില്ല. നിങ്ങളുടെ കൈക്ക് ഒരു ദൂതം വന്ന് പിടിച്ചിട്ടുണ്ടോ ഇതുവരെ? അക്ഷരീയമായിട്ട് എൻ്റെ കൈക്കും നിങ്ങളുടെ കൈക്കും പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൂതൻ ചെന്ന് കൈക്ക് പിടിച്ചെന്നാ. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടി, ഞാനതാ പറയാൻ വരുന്നത്, ഒരു മനുഷ്യന് വേണ്ടി, അവൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അബ്രഹാം ലോത്തിൻ്റെ കാര്യം ഉണ്ടെന്നുള്ള കാര്യം അബ്രഹാമിനും അറിയാം, ദൂതനും അറിയാം, ദൈവത്തിനും അറിയാം. പക്ഷേ അവനീ ഇടിവിൽ നിന്ന് കെഞ്ചുന്നതെല്ലാം ആമേ തരികിടയാണെങ്കിലും ദൈവമേ എൻ്റെ ചേടക്കാരൻ തീക്കകത്ത് വെന്തു പോകരുതേ, അങ്ങനെയുള്ള ഒരു നല്ല മനസ്സ് അബ്രഹാമിനുണ്ടായി. ആമേൻ. ഞാൻ വിടുകയാണ്. ആമേൻ. ദൂതൻ വന്ന് കൈക്ക് പിടിച്ചിട്ടും രക്ഷപ്പെടാത്ത ചില കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് ഒറ്റ വാചകത്തെ നമ്മൾ പറയണമല്ലോ. ദൂതൻ വന്ന് അബ്രഹാമിനെ പോലെയുള്ളവരുടെ മധ്യസ്ഥത കേട്ട് ദൂതൻ വന്ന് കൈക്ക് പിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാത്തതുകൊണ്ട് ആമേൻ. ജാത്യാഗുണം തൂത്താമാറത്തിൽ എന്ന് പറയുന്നത് പോലെ ചിലരുടെ ജന്മസിദ്ധമായ
ചില സ്വഭാവങ്ങൾ മാറത്തില്ല. സ്തോത്രം. എന്നാൽ നാം മാറ്റണം. നാം മാറിയേ പറ്റൂ. ഞാൻ മാറും. ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ആത്മീയനായ അബ്രഹാമിനോട്, അവൻ്റെ യാഗത്തോട്, അവൻ സേവിക്കുന്ന ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമെന്നൊരു തീരുമാനം ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബം തകരാൻ, തലമുറകൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. പ്രാർത്ഥിക്കുന്നവര് നല്ല അമ്മയുണ്ടോ, മോൻ രക്ഷപ്പെടും. പ്രാർത്ഥിക്കുന്ന എസ്തേറുണ്ടോ, കോരശ് പള്ളി പണിയും. ആമേൻ. ദുഷ്ടസ്ത്രീയായ അഥല്യയുടെ മക്കൾ, പുത്രന്മാർ ദേവാലയം പൊളിച്ചു കളഞ്ഞു. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകൻ, എസ്തേറിൻ്റെ മകൻ പള്ളി പണിഞ്ഞെങ്കിൽ ദുഷ്ടസ്ത്രീയായ അഥല്യയുടെ പുത്രന്മാർ ദേവാലയം പൊളിച്ചു കളഞ്ഞു. അപ്പം ഞാൻ പറയുന്നു, നല്ലൊരു അമ്മയുണ്ടെങ്കിൽ ആമേൻ പണി നടക്കും. നല്ലൊരു രൂത്തുണ്ടെങ്കിൽ തകർന്ന കുടുംബത്തിൻ്റെ പണി നടക്കും. നല്ലൊരു ആമേൻ എസ്തേറുണ്ടെങ്കിൽ പൊളിഞ്ഞ പള്ളി പണിയും. ആമേൻ. നല്ല ഒരു ദബോരയും നല്ല ഒരു യായിലും ഉണ്ടെങ്കിൽ 20 കൊല്ലത്തെ ഞെരുക്കം മാറ്റാൻ അവർ മുഖാന്തരമായി മാറും. ആമേൻ. സ്തോത്രം. തരികിടയാണെങ്കിലും മാനസാന്തരപ്പെട്ടാൽ ഒരു പട്ടണം മുഴുവൻ അവളെ കൊണ്ട് സുവിശേഷം കേൾപ്പിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആമേൻ. ശമരിയ സ്ത്രീ, ഞാനെല്ലാം പറയുന്നില്ല. ഹല്ലേലൂയ. തരികിടയാണെങ്കിലും ഒറ്റുകാരെ ഒളിപ്പിച്ചത് നിമിത്തം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അങ്ങ് ക്ലിയറായി കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തെ അവൾ രക്ഷിച്ചു. അവരുടെ പേര് വംശാവലിയിൽ വന്നു. അവരുടെ പേര് രാഹാബ് എന്ന വേശ്യ. ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന് മുഖപക്ഷമില്ല. രൂത്തേ, നീ തീരുമാനമെടുത്താൽ ദൈവം നിന്നോടൊപ്പമുണ്ട്. രാഹാബി, നീ ക്ലിയറായാൽ ദൈവം നിന്നോടൊപ്പമുണ്ട്. സ്തോത്രം. എസ്തേറേ, നീ പ്രാർത്ഥിച്ച് ഉപവസിച്ച് നിന്നാൽ നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ ചിലത് ചെയ്യിക്കും. ഇന്ന് രാത്രിയിൽ ഒരു മനുഷ്യന് വേണ്ടി ദൈവം മധ്യസ്ഥത കേട്ട് ഒരു പട്ടണം മുഴുവൻ നശിപ്പിക്കുമ്പോൾ കൈക്ക് പിടിക്കാൻ ഇറങ്ങി വന്ന്, കൈക്ക് പിടിച്ച് ഇറങ്ങി വന്ന് രക്ഷിച്ചു. വലഞ്ഞു പോയ നീതിമാൻ എന്നൊരു സർട്ടിഫിക്കറ്റാണ് പുള്ളിയുടെ സർട്ടിഫിക്കറ്റിനകത്ത് എഴുതി കിട്ടിയത്. എന്നാലും ആട്ടെ, അത്രയും ഒത്തല്ലോ. മനസ്സിലായില്ലേ? പുള്ളിയുടെ സർട്ടിഫിക്കറ്റിനകത്ത വാചകം ഇതാണ്: വലഞ്ഞു പോയ നീതിമാൻ. ഈ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ ഓരോന്ന് എഴുതുമല്ലോ, ഇത്ര പോയിന്റ് നേടി, ഇത്ര ഇതൊക്കെ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് എന്നൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നത് പോലെ, സ്തോത്രം, ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് വലഞ്ഞു പോയ നീതിമാൻ. അതാണ് ആ മൊമെൻറ്റോയ്ക്കകത്ത് കിട്ടിയേക്കുന്നത്. എന്നാലും അത്രയും ഒത്തതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരെ ഓർത്താന്നറിയാമോ? അബ്രഹാമിനെ ഓർത്ത്. 20:3 വേഗം ഒന്ന് വായിച്ചു. 12 പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 20:3. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. അടുത്ത കുരുക്കം പുള്ളി ഒപ്പിച്ചു. ആമേൻ. അവിടെയും ചെന്ന് പറഞ്ഞ എൻ്റെ പെങ്ങളാണ്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഉടനെ അടുത്ത രാജാവും സാറായി കൊണ്ടുപോയി. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. ഇപ്പൊ സാറാ വിചാരിക്കും, അയ്യോ ഇങ്ങേരുടെ കൂടെ ഇറങ്ങിപ്പോയല്ലോ എന്ന് തലേ കൈയും വെച്ചുകൊണ്ടായിരിക്കുന്നേ. ഇങ്ങേരാണല്ലോ എന്നെ കിട്ടിയത്. നേരത്തെ ഫറവോന്റെ അടുക്ക പോണ്ടി വന്നു, ഇപ്പൊ അത് അബീമേലെക്കിന്റെ അടുക്കൽ പോണ്ടി വന്നു. എന്നാ ചെയ്യാനാ? സ്തോത്രം. എന്നാ ദൈവം വഴിയിൽ ഇറങ്ങി, സാറേ നീ അങ്ങോട്ട് പോകണ്ടാടി, ഞാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ ദൈവം പോയതും അതുമില്ല. ഈ ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഈ നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, അടിയെല്ലാം കഴിയുമ്പോൾ പോലീസുകാർ വരുമെന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് കുരുക്കിനകത്ത് അകപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ഇറങ്ങും. ഈ പൗലോസിനെ കൊങ്ങായ്ക്ക് പിടിച്ച് കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് സഹസ്രാധിപൻ അന്റോണിയ കോട്ടയിൽ വെച്ച് പിടിച്ച് കൊല്ലാതെ കൊണ്ടുപോയത്. അന്ന് രാത്രി ദൈവം ഇറങ്ങി. എന്നാൽ പിന്നെ അവിടെ വെച്ചങ്ങ് ഇറങ്ങിക്കൂടായിരുന്നു നമുക്ക് തോന്നിപ്പോവും. രാമന്മാർക്ക് ഓരോ പൊട്ടിയിട്ട് കൊടുക്കും. ഒരു ഇടി അങ്ങോട്ട് വെട്ടിച്ചിട്ട്
ഈ അവിടെ ഈ ഒരു ഇടി അങ്ങോട്ട് വെട്ടിച്ച് വെച്ച് ഒരു 4 എണ്ണത്തിനെ അവിടെ അന്നേരം തീർത്തെങ്കിൽ വിഷയമെല്ലാം തീരും. പക്ഷെ അങ്ങനെ ദൈവം ഇറങ്ങത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എല്ലാ ദിവസവും രാവിലെ മോശയും അഹ്റോനും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോശയ്ക്കും മെനക്കേടാണ്, അഹ്റോനും മെനക്കേടാണ്, മൂപ്പന്മാർക്കും മെനക്കേടാണ്, ജനത്തിനും മെനക്കേടാണ്. ഈ ദൈവം തമ്പുരാൻ ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടിട്ട് ഫറവോനെ അടിച്ച് താഴെ ഇട്ട് കൊന്നിട്ട് അവൻ്റെ മന്ത്രിസഭയെ അടിച്ചുടച്ചും വെച്ച് ഇഞ്ഞ് പോരുന്നാ പോരായോ? നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ദൈവം വളരെ സഹിഷ്ണുതയുള്ള ആളാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞ ഈ ഹെരോദാവിനെ ഒറ്റയടിക്ക് ഒന്നുകൂടായിരുന്നു. യേശു കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോ എടാ അവൻ എടുക്കാൻ വരുന്നു, നീ ഓടിപ്പോന്നൊക്കെ ചെന്ന് പറയാം. എന്നാ പിന്നെ അവനെ ഒന്ന് കൊടുത്താൽ പോരായിരുന്നു. അങ്ങനല്ല. ദൈവം വലിയവനാണെങ്കിലും നമ്മളെ നടത്തേണ്ട പാതകളിലൂടെ ദൈവം നടത്തുന്നു. ചില പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയാൽ അത് പരിഹരിക്കാൻ ദൈവം ഇറങ്ങും. സമയം കഴിഞ്ഞു പോയെന്നൊന്നും നമ്മൾ വിചാരപ്പെടണ്ട. ആ കുരുക്കിനകത്ത് നീ തകർക്കപ്പെടത്തില്ല. ഹലോ ആമേൻ. ദൈവം ചിലത് അനുവദിക്കുന്നതാണ്. അവിടെ നിന്ന് നിനക്ക് വിടുതലുണ്ട്. പക്ഷേ മാക്സിമം ആമേൻ ചിലതിനകത്തേക്ക് നിന്നെ ഇട്ടിട്ട് ആ തീച്ചൂളയിൽ നിന്ന് ദൈവത്തിന് നിന്നെ തീയുടെ മണം തട്ടാതെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. മനസ്സിലായില്ലേ? സിംഹക്കുഴിയിലിടാതെയും തീച്ചൂളയ്ക്കകത്ത് ഇടാതെയും എബ്രായ ബാലന്മാരെയും ദാനിയേലിനെയും രക്ഷിച്ചൂടായോ? പറഞ്ഞേ, രക്ഷിക്കാം. പക്ഷേ തീയിൽ വീണെങ്കിലേ ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം അവിടെ വെളിപ്പെടൂ. തീക്കകത്ത് നടക്കുന്ന ദൈവത്തിനെ കാണാൻ പറ്റും. ഹല്ലേലൂയാ, സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രിയിൽ ചില ശോധനകളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ, ചിലതിനകത്ത് അകപ്പെട്ടതുപോലെ, ബന്ധിക്കപ്പെട്ടതുപോലെ, ഇനി അതിന് രക്ഷപ്പെടത്തില്ല എന്നതുപോലെ തോന്നുന്ന വിഷയങ്ങളുണ്ടാകും. ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോയിക്കുന്നത്. രക്ഷപ്പെടുവോ? അവിടെ കൊട്ടാരത്തിൽ ഭടന്മാരില്ലേ? സൈന്യമില്ലേ? ഹലോ, ആയുധങ്ങളില്ലേ? അവിടെ കുതിരകളില്ലേ? രഥങ്ങളില്ലേ? അവിടെ മന്ത്രിമാരില്ലേ? എല്ലാം ഉള്ള ഒരു കോട്ടയ്ക്കകത്താണ് പോയിക്കുന്നത്. പക്ഷേ അന്ന് രാത്രിയിൽ അബീമേലെക്കിനോട് പറഞ്ഞ് തൊട്ടുപോകരുത്, അവനൊരു പ്രവാചകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഒന്ന് കരവേത് കർത്താവിനെ സൂചിക്കാമോ? മനസ്സിലാവുന്നോ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. ഒരു വശത്ത് അതിനകത്ത് തിന്മയാണെന്ന് തോന്നിയാലും മറുവശത്ത് ആ രാജ്യത്ത്, ആ ദേശത്ത് അബ്രഹാമിനെ ഉയർത്താൻ അവനൊരു പ്രവാചകനാണെന്ന് പറയാനും അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടെന്ന് അബീമേലെക്കിന് മനസ്സിലാക്കാനും ദൈവം സാറായെ അവിടെ അകപ്പെടുത്തിയതാണ് ഒരു വശത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്നും വെളിപ്പെടുകയാണ്. ദൈവം അവിടെ വെളിപ്പെട്ടെങ്കിലല്ലേ ദൈവം ഉണ്ടെന്ന് മനസ്സിലാവും. അബ്രഹാം പ്രാർത്ഥിച്ചെങ്കിലല്ലേ പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നും പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്നും മനസ്സിലാകത്തുള്ളൂ. സഹോദരം, അപ്പം അതുകൊണ്ട് രോഗം വന്നാലും ഭാരപ്പെടരുത്, ചിലതിനകത്ത് അകപ്പെട്ടെന്ന് തോന്നിയാലും ഭാരപ്പെടരുത്. ദൈവം മരിച്ചിട്ടില്ല. താമസിച്ചാലും ദൈവം ഒരു മനുഷ്യന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുമെന്ന് അബ്രഹാമിന് വേണ്ടി ഇറങ്ങിയതുപോലെ അടുത്ത കുരുക്കിനകത്തുനിന്ന് വിടുവിക്കാനും ദൈവം ഇറങ്ങി. സ്തോത്രം. 22:13 നമുക്കറിയാം. കൊമ്പ് കാട്ടിൽ പിടിപെട്ട ആട്ടുകൊറ്റൻ ആ മോറിയ മലയിൽ ആമേൻ, സ്തോത്രം, ആമേൻ, കിടക്കും. 2.25 കിലോമീറ്റർ ആമേൻ ദൂരമാണ് ആ മല ചവിട്ടിപ്പോകാൻ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. 3 ദിവസത്തെ വഴി ദൂരം അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് അവിടം വരെ ഉണ്ടെന്ന് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ഈ താഴ്വരയിലൂടെ ഈ കയറ്റം കയറി ആ മോറിയ മലയിൽ ചെന്നപ്പോൾ ആടിനെ മേയ്ക്കാൻ മറ്റേ താഴ്വരയിൽ വന്നവൻ്റെ 100 ആടിൽ ഒരാട്,
അല്ലെങ്കിൽ എത്രയോ ആടിൽ ഒരാട് കൂട്ടം തെറ്റിയിട്ട് പതുക്കെ പതുക്കെ കയറി 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 മേലെ ആമേൻ അബ്രഹാം യാഗപീഠം പണിയുന്ന സ്ഥലത്തുള്ള ആ ഒരു കുറ്റിക്കാട്ടിന്റെ കൊമ്പിൽ അത് കുരുങ്ങിക്കിടന്നു. സ്തോത്രം. നിങ്ങളെല്ലാം മ്യൂട്ട് ചെയ്യണേ. എന്നെ കൊണ്ട് അൺമ്യൂട്ടിങ് കൂടെ ചെയ്യാൻ നിൽക്കരുത്. സ്തോത്രം. ഏകാഗ്രത പോവും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. ആമേൻ. അപ്പൊ ഈ താഴ്വരയിൽ നിന്ന് അങ്ങോട്ട് നടക്കുന്ന അബ്രഹാമിന് മറ്റേ താഴ്വരയിൽ നിന്ന് കയറി വരുന്ന ആടിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഉയരത്തിലിരിക്കുന്ന ദൈവത്തിന് ഇവിടുന്ന് പോകുന്ന അബ്രഹാമിനെയും ബാലനെയും കാണാം, മറ്റേ സൈഡിൽ നിന്ന് കയറി വരുന്ന ആടിനെയും കാണാം. അതുകൊണ്ട് ദൈവത്തിന് ടെൻഷനില്ല. ഇത് കാണാത്ത അബ്രഹാമിന് ടെൻഷനാണ്. ഇത് കാണാത്ത അബ്രഹാം അച്ചാനും ടെൻഷനാണ്. ഇവിടുത്തെ അബ്രഹാം അച്ചാനും ടെൻഷനാണ്. ഇത് കാണാത്ത വിജയബ്രദറിനും ടെൻഷനാണ്. ദൈവത്തിന് ടെൻഷനില്ല. കാരണം ദൈവം അപ്പുറത്ത് ആടിനെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലകളിൽ ആടുകൾ കയറുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജബൽ ജയ്സ്, റാസൽ കമീറുണ്ട്. അബ്രാച്ചാൻ പോയിട്ടുണ്ടോ? ജബൽ ജയ്സിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ അവിടെ ചില ആ മലയിൽ നിൽക്കുമ്പോൾ ആടുകൾ കയറി നമ്മൾ പോകുന്നതാണ്. എന്ന് പറയുന്ന പോലെ ഈ ആടുകൾ മല ഇങ്ങനെ കയറി കയറി പോവും. അത് വിഷയമല്ല. അങ്ങനെ കയറുന്ന മലയാണ്. നമ്മുടെ ഇവിടുത്തെ നാടനാടല്ല, വേറെ സൈസ് ആടാ. സ്തോത്രം. ആമേൻ. അപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ചിലത് കാണുന്നില്ല, പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ചിലത് കാണുന്നുണ്ട്. ആമേൻ. നമ്മൾ ചിലത് കാണുന്നില്ല, ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയാ. ഇവിടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ തലമുറയുടെ വിഷയം എന്താകും? ഇവിടെ തലമുറ തകർക്കപ്പെടാനാ വന്നേക്കുന്നത്, കൊല്ലാനാ കൊണ്ടുവന്നേക്കുന്നത്. ആമേൻ. തീയുണ്ട്, കത്തിയുണ്ട്. സ്തോത്രം. യാഗമൃഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് കൊച്ചൻ ചോദിക്കുന്നുണ്ട്. ഒറ്റ മറുപടിയാണ്, യഹോവ കരുതിക്കൊള്ളും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ചിലരുടെ ആത്മാവ് ഇടപെടുന്നത് ദൈവം കരുതിക്കൊള്ളും. ആമേൻ. നമ്മുടെ അകത്ത് ചോദ്യവാ, തലമുറയുടെ അകത്ത് ചോദ്യവാ, ആട്ടിൻകുട്ടി എവിടെ? ആമേൻ. എങ്ങനെ നടക്കും? പക്ഷെ ഞാൻ പറയുന്നു അല്ല, വചനം പറയുന്നു, ദൈവം ചിലത് കരുതി. കൊമ്പ് കാട്ടിൽ പിടിപെട്ട ആട്ടുകൊറ്റനെ കണ്ടതുപോലെ ചില തലമുറകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ചില കരുതലുകൾ ദൈവം അയക്കും. പക്ഷെ ഞാനും നിങ്ങളും വിശ്വാസത്തോടെ യാഗത്തിന് പോയാൽ മതി. ബാക്കി കാര്യം ദൈവം ചെയ്യും. ആമേൻ. 23, 20, 24, 67 അത് രണ്ടുകൂടെ വായിച്ചിട്ട് വിട്ടു. 23, 20 ഒരു മനുഷ്യന് വേണ്ടി ദൈവം എന്തും ചെയ്യും. തന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുകയാണ്. 23, 20 ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിനെ ശ്മശാന അവകാശമായി ഉറപ്പിച്ചോട്. ശ്മശാന അവകാശമായി കൊടുത്തു. നമ്മളെല്ലാരും ഇറങ്ങുമ്പോഴേ ചോദിക്കുന്ന എവിടെ അടക്കം നിങ്ങൾക്ക് സെമിത്തേരി ഉണ്ടോന്നാ ചോദിക്കുന്നത്. പക്ഷെ അബ്രഹാം അത് ചോദിച്ചതേയില്ല. ഒരു സെല്ലെങ്കിലും ഒപ്പിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. അവൻ ജീവിക്കാനാണ്, പ്രാർത്ഥനയും ഉപവാസമല്ല. പക്ഷെ ആദ്യം നമ്മൾ സംഘടിപ്പിക്കുന്നത് സെമിത്തേരിയാണ്, അല്ലെങ്കിൽ സെല്ലാണ്. കാര്യം ആളുകൾക്കെല്ലാം പേടി ഉണക്കി വെക്കുമെന്നുള്ളതാണ്. ഉണക്കി വെച്ചേക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, പൊയ്യെ യോനാച്ചാൻ, തിരുവല്ലായി. പിന്നെ സ്റ്റാലിൻ്റെ ബോഡി ഉണക്കിയിട്ട് അതും പിന്നെ അടക്കിയിട്ടില്ല, അതും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ് റഷ്യയിൽ. സ്റ്റാലിൻ്റെ ആണോ ലിനിൻ്റെ ആണോ ഉണക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയാ. ഒരു കാര്യം ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയാ. ഹലോ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? ആദ്യം കണ്ണഴുകും, പിന്നെ മൂക്കഴുകും, പിന്നെ നഖം കുഴിയും, പിന്നെ വയറ് പൊട്ടും, പിന്നെ തലമുടി കൊഴിയും. അങ്ങനെ ഇത് അഴുകി മണ്ണിനോട് ചേരും. ആരെയും വെക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടക്കാനുള്ള സംവിധാനം നോക്കും. ഭാരപ്പെടരുത്. നല്ല അടക്കം കിട്ടും.
ഇറങ്ങി വിളി കേട്ട ഇറങ്ങിയാൽ മതി, കല്ലറ നോക്കി ഇറങ്ങണ്ട. ശ്മശാനം പ്രത്യേകം നല്ല ഗുഹ, അമേൻ, നിലത്തോടു കൂടെ ഭൂമിയോടുകൂടെ അബ്രഹാമിന് കിട്ടി. ഞാൻ പറയുന്നു കിട്ടിയതല്ല, ദൈവം അവന് കൊടുത്തതാണ്. എന്ന് പറഞ്ഞാൽ ശവടക്കൻ്റെ കാര്യം എന്തോ ആകും എന്നൊന്നും ആരും വിചാരിച്ച് ഭാരപ്പെടേണ്ട. നല്ല ഒന്നാന്തരം സെമിട്രി ദൈവം ഒരു മനുഷ്യന് വേണ്ടി, ഞാനതാണ് പറയുന്നത്, ആ വാചകം നിങ്ങൾ മറക്കരുത്. ഒരു മനുഷ്യന് വേണ്ടി സെമിത്തേരി കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. സാറായി അടക്കാൻ 24:67 വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. 24:67. ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവള് സ്നേഹമായി. ഇങ്ങനെ ഇസാക്ക് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. എന്ന് പറഞ്ഞാൽ കൊച്ചന്റെ കല്യാണം നടന്നു. അമ്മ മരിച്ചിട്ടായിരിക്കും കല്യാണം നടന്നതെന്നാ അങ്ങനെ ആ വാക്യത്തിൽ കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. ആ വാക്യം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? അപ്പൊ ഒരു കാര്യം കൂടെ പറയാം. കല്യാണം എങ്ങനെ നടക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം യോഗ്യമായത് തലമുറകൾക്ക് വേണ്ടി ഒരുക്കി തരും. ഒരു മനുഷ്യന് വേണ്ടി ദൂതനെ മുമ്പേ അയച്ച് ഏലയാസറിനെ പുറകെ വിട്ട്, അമേൻ, ലാബാനോട് ഇടപെട്ട്, ബെഥൂവേലിനോട് ഇടപെട്ട്, ഹലോ, ആ കറക്റ്റ് കഴിഞ്ഞ അവിടെ പ്രസംഗിച്ചോ പറഞ്ഞതുപോലെ കിണറ് മാറാതെ, സ്തോത്രം, ആള് മാറാതെ, ആമേൻ, അഭിപ്രായം മാറാതെ കർത്താവ്, ആമേൻ, പോയ കാര്യം കല്യാണം ക്രമീകരിച്ച് മടങ്ങി വരാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രിയിൽ, ആമേൻ, സ്തോത്രം, ദൈവം ഒരു മനുഷ്യന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇടവാരകസ്ഥരാജകന എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിറക്കിയിട്ട് ആ വിഷയം എന്താകും, ഈ വിഷയം എന്താകും, മറ്റേ വിഷയം എന്താകും എന്നിങ്ങനെ 100 കൂട്ടം ചിന്തകളും ഭാരങ്ങളും നമ്മളെ അലട്ടി ഉരുകി മരിക്കാനല്ല ഇന്ന് രാത്രിയിൽ ആമേൻ വലിപ്പമുള്ള ദൈവം ഒരു മനുഷ്യന് വേണ്ടി എന്തെല്ലാം ചെയ്തോ അതെല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി 1-2 നിമിഷം ഒന്ന് സമർപ്പിച്ച് ഒന്ന് ആത്മസ്തോത്രം ചെയ്യാം. ഞാനൊരു 15 മിനിറ്റ് കൊണ്ടാണ് ഈ മെസ്സേജ് കുറിച്ചത്. വേദഭാഗങ്ങൾ അറിയാമെങ്കിലും 15 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിന്റെ റഫറൻസ് കുറിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇത് ഞാൻ ക്രോഡീകരിച്ചു പറഞ്ഞത്. ഇടയാലം പരവേദന കടികെട്ട കാലമൂലം മുറ്റത്തരി മെത്തലോ കന്തലോ കടുക്കോ കാനോ ചേനോ തേരോ പാനി പാലാന്തിയ പാടാത്തിയ പാരാത്തനാദിയ എൽസൻ ആന്റിയോട് ആത്മാവിടെ വിടുന്നത് തലമുറകളുമായി ബന്ധപ്പെട്ട് നീ ഞരങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഉടവരകസ്ഥര 9-ാം മാസവുമായി ബന്ധപ്പെട്ട് ചില മറുപടികൾ കൂടെ കണ്ടും കേട്ടും സന്തോഷിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിടപെടുന്നു. നിന്നെ ശരീരത്തിൽ രോഗിയാക്കാൻ നോക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. ഇടവരകശകസ്ഥര ക്ഷരതീ യാരഗീത ഗന്ധര വേജകത്തിനീ ജാതം ചുടം പഠനം നിന്റെ ഗമനാഗമനങ്ങൾ അവസാനിപ്പിക്കാൻ, നിന്റെ യാത്രകൾ ഉടവരകഥന ഇല്ലാതാക്കാൻ വെല്ലുവിളിക്കുന്ന ചില വ്യാപാരങ്ങൾ ശാരീരിക മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ നീ ഉണർന്ന് കരഞ്ഞാൽ ചില പൈശാചിക തന്ത്രങ്ങളെ ശാസിച്ച് ഉടവരകക്ഷകസ്തിയാനാദി തലമുറകളുടെ നന്മകൾ കാണാനും കേൾപ്പാനും വീണ്ടും അവസരങ്ങൾ ഒരുക്കി ആത്മാവുമാനിക്കും. ചത്തിപര പിത്തര എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അത്തിര മിത്തര മൂകിടിയ മാരിയ മേനത്തിരിന്തിയിൽ ആദി ഇംഗ്ലീഷ് ലെറ്ററിൽ എം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടികബയില ബലകുത്തലൊത്തുള്ള തുറക്കിന്ന കുന്ന യുത്താമിരിത്തിന് കെട്ടെ പനെ തുരുമ്പി ആവിണ്ടി അവിച്ച് അന്തന ഒന്നിലൊത്തില്ലെങ്കിൽ മറ്റൊന്നിൽ നിന്നെ കുരുക്കാൻ നിൽക്കുന്ന പോരുകളുണ്ട്. എന്നാൽ ആത്മാവ് പറയുന്നു അടവരകസ്ഥരാജരാധികന്ധന ഒന്നിൽ കുരുക്കപ്പെടാതെ ഉടവരകക്ഷകന ചിലതൊക്കെ സമഭൂമിയായി മാറി ഇടവരകക്ഷകസ്ഥരാജലാദിഘടകന്ധരാധിയാനം വീടിനകത്ത് ഇടവരകക്ഷകസ്തന്ധരാധിയാരജാന സന്തോഷിക്കത്തക്ക അവസ്ഥകൾ ഒരുക്കി ഞാൻ മാനിച്ച് നടത്തും. ഉടവൽ അപടം പരകഥന പ്രാർത്ഥനയുടെ തീ കിട്ടുപോകരുതെന്ന് ദൈവാത്മാവ് ദൂത് പറയും. വീലം വരം വേദകര ഉന്തൽ കടികാരമുരി അവിനി അവയ ആദി ആറ മനജ സിയാത വേദ
ദങ്കുടി മക്കുടി 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 തെക്കിടി പെരി തെനെ തെലെ കടമ്പേ രേഖം വേദം വാചം തീരം പാനം തൂരം തിലകടകസ്യ. ചിലതിനെയും ജയിക്കാൻ കഴിയാതെ പോരാടി നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ആത്മമണ്ഡലത്തിൽ കയറി അന്യഭാഷയിൽ നീ പ്രാർത്ഥിച്ച് ചിലതിനെ ശാസിക്ക്, ചില തലമുറയുമായി ബന്ധപ്പെട്ട് നടക്കാതിരിക്കുന്ന ചില വിടുതലുകൾ ഉടവരകക്ഷകത്തിനടുത്ത 3 മാസത്തിനകത്ത് ചിലർ നടക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഉടവര ഘടകസ്ഥരാജരാതിഗന്ധ വീതഗന്ധി ലീഗി ലാമി യാന തേന തുന തുരി അന വേദ വെന്തു മാരത്തി ഗെട്ടുമി ചെക്കുടിയ പന്തുരിയ തലാപ്പി കുടുംബി കർമ്മി കലമ്പട കച്ചര ഘടകസി. ചിലതിനൊക്കെ വേണ്ടി പണം ചെലവാക്കിയിട്ടും അത് സക്സസ് ആകാതെ പോയതുപോലെ. എന്നാൽ ആത്മാവ് പറയുന്നു, അരാജകനാ ചിലത് സക്സസ് ആക്കി തന്ന് എനിക്ക് മാനിച്ച് നടത്താനുണ്ട്. ഉടവരജകരാധികന്ധര, പ്രായം കഴിഞ്ഞിട്ടില്ല, നീ പോരാട്ടം നിർത്തരുത്. ഉടവരകസ്ഥന, ആത്മമണ്ഡലത്തിൽ നീ യുദ്ധം ചെയ്തു കൊള്ളണം. തലമുറകളുടെ നന്മകൾ ഇനിയും കാണാനും കേൾപ്പാനും ഉണ്ട്. ഉടവരകശകസ്ഥര ക്ഷരംപദ വേദികസ്ഥരാധികത്വം മുല്ലഹുന്തി അന്മയിട്ട നോകിടി മെച്ചിത്തരും കേടുപ്പാട് മൂടുമുത്തിരി തുൽക്കുടി പരിവാദന ഘടകട്ടക സിയാദന. അത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ ചിലർ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു. ഉടവര ഗജല ഘടകജലാതി ഘടകേഷാദന. ചിലതിനോടുള്ള ബന്ധത്തിൽ ചില വശീകരണ ശക്തികൾ, വാക്കുകൾ കൊണ്ട് ചിലതിൻ്റെ നന്മകൾ ചോർത്താൻ നിൽക്കുന്ന വശീകരണ ശക്തികളും അതിൻ്റെ വാക്കുകളുമുണ്ട്. അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണം ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ഉടവരജകസ്ഥനായ എൻ്റെ ജനത്തിൻ്റെ കയ്യിൽ വരേണ്ട നന്മകളെ ചോർത്തി, നന്മകളെ ചെതറിച്ച് ഇടവരകസ്ഥന അത് ഫലപ്പെടാതെ വണ്ണം അതിൻ്റെ മേൽ ആധിപത്യം പറഞ്ഞ് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പോരുകളെ ഞാൻ ശാസിക്കും. ഉണർന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ചില ഫോൺ കോളുകളൊക്കെ അനുകൂലമായി വെളിപ്പെട്ടു വരും. ഈ ദിവസങ്ങളിൽ ഏൽപ്പിക്കട്ടെ, പ്രവർത്തിപ്പാൻ എൻ്റെ കരം കൂടിയുണ്ട്. അടോല ഗാതി ഗോല ധീല ദേല ഗീന്തി കീടി മാരി മീത്തനാകിടി മിച്ചത്തര ഗണ്ടി യാവത്തോരമ്പതേ വിഷമച്ചസ്തരാതി ആനസ്യാന. റജിമോൻ പൊടിക്കുഞ്ഞ്, ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിടപെടുന്നത് അടകരകസ്ഥരാടകന മനെ നിന്നെയും രോഗിയാക്കാൻ നോക്കുന്ന പോരുകളുണ്ട്. ഉടവരകസ്ഥന, പ്രാർത്ഥനയുടെ ആഴം കൂട്ടട്ടെ. ഉപവാസം ഒരുപാട് ഈ ദിവസങ്ങളിൽ എടുക്കേണ്ടതില്ല. കല്ലുമരകച്ചന ദുനാരകസ്ഥന. അബ്രഹാം ഇടിവിൽ നിന്ന് ലോത്തിനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ അവൻ നിന്നതുപോലെ നിൽക്കാൻ ദൈവാത്മാവ്. അങ്ങനെ നിൽക്കുമ്പോൾ ലോത്തിൻ്റെ കൈക്ക് പിടിച്ച് ചിലതിനകത്ത് നിന്ന് വിടുവിച്ചതുപോലെ ആത്മാവ് തലമുറകളെ ചിലതിനകത്ത് നിന്ന് വിടുവിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയും. കടിപഞ്ചര, നീ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്, ഞാൻ കാണിക്കുന്ന ചില ദർശനങ്ങളുണ്ട്. അത് ഭയപ്പെടാനുള്ളതല്ല. നീ പ്രാർത്ഥിച്ച് സ്തോത്രം പറയുമ്പോൾ ശാസിക്കപ്പെടുകയും നിവർത്തിയാകേണ്ടത് നിവർത്തിയാകുകയും ചെയ്യും. ഞാൻ നിനക്ക് ചില യാത്രകൾ ഒരുക്കുന്നുണ്ട്. നീ ശക്തിയോട് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആയിരിക്കുന്ന രാജ്യത്ത് നിന്നൊരു യാത്രയുണ്ട്. ചുടികട്ട മരിത്തൂലം താരി കേതുമേതി കാടി പീനി താരിപ്പാന. ഓഫീസിനകത്ത് ഉടവരകസ്ഥര ജഹൽക്കടകജന ആഖാന്മാരുണ്ട്. കവിന്തി അട്ടി അമാല തുരമ്പി കാടുമേടി യാതരേ ദേകേശേരേതന. ശബ്ദാർപ്പിതമായതൊന്നും എടുക്കരുതെന്ന് ഉടവരകന നിയമമുള്ളപ്പോൾ അരുതാത്തത് ചിലത് അപഹരിക്കുന്ന ആളുകളുണ്ടെന്ന് ആത്മാവ് ദൂത് പറയും. അല്ലാമില്ലം മുല്ലം തുല്ലം കല്ലം ഛേദം കെടുമട്ടികരി തിനത്തിരക്കടി കെട്ടിയാന. എന്നാൽ നീ ദിവസങ്ങളിൽ കൈകൾ മലർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ നീ കുരുക്കിനകത്തകപ്പെടാതെ അതിനകത്ത് നിന്നെ ഞാൻ വിടുവിച്ച് എൻ്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ഇടയാ. ഇടവൽക്കരകഥനം കൂട്ടാളിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിക്കട്ടെ. ഇടപരകടകട്ടകരകസ്യാദനാദി പെൺതലമുറയ്ക്കായി ദിവസങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. ചിലവല മധുര കടികണ്ട കട്ടി കല്ലമ്പില കന്തരാദി അവർ ജനകസ്ഥന. അല്പം കൂടെ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, എന്നാൽ പിന്നത്തേതിൽ ആത്മാവ് അതിൻ്റെ മേൽ ജയം തരും. കടികിടം, കിടകവം, പരവതുരം, കടകവന്തരം, ദിവന്തരക്ഷം, ദികാരക ദിനഘടകം, ദുരകന്തൽ കടകം. ചില കുരുക്കുകൾ അഴിയും.
സാമ്പത്തിക മണ്ഡലത്തിലുള്ള ചില കുരുക്കൾ ദൈവാത്മാവ് അഴിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. അബീശായി ക്ഷീണിച്ച ദാവീദിന് അബീശായി തുണയായി വന്നതുപോലെ ചില ഭൗതിക വിഷയങ്ങളിൽ ഞാൻ ചിലരെ തുണയായി എഴുന്നേൽപ്പിക്കും. ഈ ദിവസം നീ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യട്ടെ. പ്രവർത്തിപ്പാൻ്റെ കരം കൂടെയുണ്ട്. പി എ മാത്യു പാസ്റ്ററോട് ആത്മാവ് ഇടപെടുന്നത്. അപരജകസ്ഥന മകനെ സൈന്യത്താലല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനെ തന്നെ എന്ന വചനമാത്മാവ് ഇടപെടുകയാണ്. സെരുബാബേലേ, ഹഗായി 2:4, ഇടവല സെരുബാബേലേ ധൈര്യപ്പെടുക, യോശുവായി ധൈര്യപ്പെടുക, ജനമേ ധൈര്യപ്പെടുക എന്ന വചനം ദൈവാത്മാവ് ഇടപെടുകയാണ്. ചിതാതികരം, കരകതിരികടം, കരകന്തലകട്ടി, കമാലിക്കട്ടുകട്ടി, കാലം പലത്തുരക്കട്ടി, മേതുക്കുടുമ്പി, കമ്പിച്ചുടമ്പ, ചെണ്ടവരിയാനം, ചണ്ടരവിധികേശം, വെച്ചസ് കൊലുമി കടുമി കർമ്മി രകാജന സിയാതന. ചിലരിക്കുമ്പോൾ നടക്കാത്തത് എൻ്റെ ദാസനെ കൊണ്ട് ചിലത് ഞാൻ ചെയ്യിക്കും. നന്മയ്ക്കൊരടയാളം ചെയ്യാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ശുശ്രൂഷകളിൽ ചില അടയാളങ്ങൾ ദൈവാത്മാവ് ചെയ്യും. കതിര കതിര കനകതി, കരികാതലക്കടി കട്ടകട്ടികരം, യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയാൻ ആത്മാവിടയാക്കും. ആന്റണി അങ്ങനെ പേരുള്ള ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇലംബുലം ദുരക്കതിക്കോൻ, കൺമുടി കരുമ്പിനസി, കുടുംബത്തിൻ്റെ അകത്തളത്തിലും ശൂന്യതകൾ മാറും. അടിസ്ഥാനമിട്ട ചിലത് പൊങ്ങി വരാൻ ചില മുഖാന്തരങ്ങളെ ആത്മാവ് ഒരുക്കും. ശക്തിയോട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ചിതവലകതുരകടകെട്ടി, കവിതരം പരവേഷം, അസ്തവജഗന്ധം, അടികമ്പം, നിരവജ്ജം, അതികണ്ഠം, അരകച്ചനാദി, അടകഞ്ചലഘടകം ശാരീരികമായി ദണ്ണിപ്പിച്ച് ഉടവരകക്ഷകരാധന, നന്മ ചോർത്താൻ ഉടവരകസ്ഥരാധന, വെല്ലുവിളിച്ച വെല്ലുവിളികളുടെ നടുവിലും ആയുസ്സും ആരോഗ്യവും തന്ന് നിലനിർത്തിയെങ്കിൽ ഉടവരകശകസ്ഥരാധരാധികക്ഷരാധി ഹിയസിയാമസ്യാന ആത്മാവ് ഈ ദിവസങ്ങൾ എൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യും. കുടികുട്ടം, കുടകുട്ടം, കരികട്ടം, മലവിട്ടം, മതുകട്ട, വിരികണ്ഠ, മരകണ്ഠന, അത് വീടിനകത്ത് ചില വിടുതൽ നടക്കും. ഇടകരകക്ഷന, അത് ആലയവുമായി ബന്ധപ്പെട്ട് ചില വിടുതൽ നടക്കും. അത് തലമുറയുമായി ബന്ധപ്പെട്ട് ചില വിടുതൽ നടക്കും. 3 മണ്ഡലങ്ങളിൽ ചില വിടുതലുകൾ ആത്മാവ് ഒരുക്കി തരും. വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊള്ളാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ചില വചനങ്ങൾ വായിക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിച്ചും അധരങ്ങളിൽ ഉരുവിട്ടും എൻ്റെ ജനം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ മല പോലെ നിൽക്കുന്ന വിഷയങ്ങളെ ആത്മാവ് സമഭൂമിയാക്കും. ചില യാത്രകളുണ്ട്, യാത്രകൾ തീർന്നിട്ടില്ല. ചില യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദിരവേദഗതം, പരിധിഗനദിഗന്ധം പടം, പരവാദനഘടഘട്ട കമ്പം, വിരമട്ടലഘട്ടകര ചലസ്തര. പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുന്നത് പോലെ ആത്മാവ് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ചില മേഖലകളുണ്ട്. കടവാരകതിര ഘടഘട്ട കട്ടികലം കരകജല ഘടകം, ശ്രീകന്ധര ജഗനാദി, ഉസ്തരാജിവേ, ദേഹട്ടിമി, ജാഗന്തി, അവിനി, അതി, അർമ്പ, ലഗാദിയ, മടാത്ത, നാദഗതനാദി. രാത്രിയുടെ യാമങ്ങളിൽ ഒരു നിശ്ചിത സമയം പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. ശത്രുവിൻ്റെ മേൽ ജയം തന്നെ ഞാൻ നടത്തും. ഏൽപ്പിക്കട്ടെ, പ്രവർത്തിപ്പാൻ എൻ്റെ കരം കൂടെയുണ്ട്. ചില കലക്കങ്ങൾ പോലെ വാക്കുകൾ കൊണ്ട് കലക്കങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ചില സ്ത്രീകളുടെ നാവുകൾ, ശബ്ദങ്ങൾ ആത്മാവ് കേൾക്കുന്നു. അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിൻ്റെ മേൽ ആത്മാവ് ജയം തരും. ഏൽപ്പിക്കട്ടെ, പ്രവർത്തിപ്പാൻ്റെ കരം കൂടിയുണ്ട്. ഉടവര ഗജര ഘടകജന അടകമടിക മരമാതിലി മലത്തി മലത്തി മണ്ടി മജീതരം മർദ്ധവാരകഞ്ചം സുന്ദരം ചോദം ചോടുംപുടകം പരുവുന്തിക്കട്ട് മലത്തേ വിരികട്ട് പിച്ചിപ്പടുക്ക ഫലത്തരാതി. സിമിയോട് ആത്മാവ് ഇടപെടുന്നത്, നീ പ്രാർത്ഥനയിൽ ക്ഷീണിക്കുന്നു. ഉടവരകസ്ഥര, നീ പ്രാർത്ഥനയിൽ ക്ഷീണിക്കുന്നു. പ്രാർത്ഥനയിൽ ക്ഷീണിക്കരുതെന്ന് ആത്മാവ് നിന്നോട് ദൂത് പറയും. കഠിനഘടകഞ്ചര, കാലാളുകളോട് കൂടി ഓടി നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടി എങ്ങനെ ഓടും? യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? നീ ക്ഷീണിക്കരുതെന്ന് ആത്മാവ് പറയുന്നു. അവി രഭ രഭ രഗാധരാധരാധനാദി അരധര ജഗതരാധികന. കുട്ടിയെ കുറുങ്കാട്ടിൽ തണലിലിട്ട ഒരു അമ്പിൻപാട് ദൂരത്ത് മാറി ഇരുന്ന് കരഞ്ഞ ആകാരിൻ്റെ നിലവിളി കേട്ടതുപോലെ നീ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിൻ്റെ
ഉറവകൾ, കരുതലുകൾ കാണുമെന്ന് ആത്മാവ് ദൂത് പറയും. അടിലിവിട കട്ടി കൂലക്കറി കന്തിക്കടി ഇച്ചത്തിര കിടി പേനസി. രണ്ടാമത്തെ തലമുറയ്ക്ക് വേണ്ടി ദിവസങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കും. ഉടവറ ക്ഷകസ്തരാധനാദി നല്ലൊരു റിസൾട്ട് വെളിപ്പെട്ട് വരാൻ ആത്മാവിടെയാ. അരന്തലോതി കാട് കോട കഞ്ചുകിത്തിരിച്ച് വിനി ദീനിയാന. അല്പകാര്യത്തിലും വിശ്വസ്തയായിരിക്കും. ഉടവറ ജഗസ്തന സാറായിക്ക് ഹാഗാരി കീഴടങ്ങിയിരുന്നത് പോലെ ഉടവറകസ്തരാധന കീഴടങ്ങേണ്ട മണ്ഡലങ്ങളിൽ കീഴടങ്ങിയിരുന്നു കൊള്ളുക. ചത്തുവിത്തം മത്തുരം ഉത്തരം അത്തരം ഈത്തം പാരം 10-ാം മാസം ചില ദൈവപ്രവൃത്തികൾ നീ കാണും കേൾക്കുമെന്ന ദൈവാത്മാവ് നിന്നോട് ഇടപെടുന്നു. നീ മനസ്സ് ക്ഷീണിക്കുന്നു. ആമേൻ. ക്ഷീണിക്കരുത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മഹത്വം കാണും. ഏൽപ്പിക്കട്ടെ. പ്രവർത്തിപ്പാൻ എൻ്റെ കരം കൂടിയും. ഉടിപോലാജി ഉലപോരാജി ഉലബോധാരി ഉരുബോധാരി കരന്തുരീതി ആർമരച്ചി അർത്ഥരാജി കണ്ടികടം കച്ചന തരംഗണ്ഡം മരിവിഷകസ്തനാദി വൈഡവനാദിയാനസ്യാദന. സാട്രസ് ഉടനോട് ഇടപെടുന്ന നടകക്ഷകസ്തരാധനാദി ചില വിഷയങ്ങൾ കൊണ്ടുവരും. ചില വിഷയങ്ങളുമായി വരും. അത് പരിഹരിക്കണം. അതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാത്തിലും ഇടപെടരുത്. അകലം പാലിക്കേണ്ട വിഷയങ്ങൾ അകലം പാലിക്കണം. ഉടവരകക്ഷാരാധീയാന പഴയ സ്വാധീനം വെച്ചും പഴയ സ്ഥാനം വെച്ചും പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന സ്ഥാനം വെച്ചും ഉടവരകസ്ഥര ചില വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമ്മളെ ഇടപെട്ട് തീർക്കണം എന്ന് പറയുന്ന വിഷയങ്ങൾ വരും. എന്നാൽ ബാമ്പിനെ പോലെ ബുദ്ധിയോടെ നിൽക്കാൻ ആത്മാവ് എന്ന് പറയും. അരക്കലി മലി കന്തുര ഘടകജനാണ്. നിയോഗമില്ലാത്ത ഒന്നിലും കൈയിടരുത്. ഉടിവിര ജഗസ്തര അക്ഷരപ്പര വീതി കാഠം. ഇംഗ്ലീഷ് ലെറ്ററിൽ പി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം. ജതിപിണ്ടകരി കിട്ടകട്ടി കിട്ടമന തുരകട്ടി കട്ടനാദി. വാഹനയാത്രകളെ ശ്രദ്ധിക്കണം. ചിദംബടരമ്പ ദീപന്തരപ്പ നിബൽ പടകതനാദി. പ്രതീക്ഷകൾ കൈവിടണ്ട. പ്രാർത്ഥനയുടെ ദീപം ഉയർന്നിരിക്കട്ടെ. വചനം വായിച്ച് ധ്യാനിക്കട്ടെ. പാരമ്പര്യ ശക്തികളെ പ്രാർത്ഥിച്ച് ശാസിക്കണം. ജിതകന്തൽ കടകണ്ഠനാദി കടകട്ടികാനാദി. ലക്ഷ്യം വെക്കുന്ന ആത്മീയ വിഷയങ്ങളിൽ മറുപടികളുണ്ട്. ചുരബല ഘടകജന സാമ്പത്തിക ചോർച്ച വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ജിതാദി ഹന്തരകക്ഷി ദീയാമ ദുരാന ദുരക്കി ലബുട്ടി ജഗട്ടി വരിട്ടി വിലിട്ടി വലിക്ക് തെലിക്ക് രകജനതി. മനസ്സുകൊണ്ട് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. എന്നാൽ അതിന് മറുപടി ആത്മാവേറെ താമസിയാതെ കൽപ്പിക്കും. ഈ ദിവസം വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രവർത്തിപ്പാൻ്റെ കരം കൂടെയുണ്ട്. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. സ്തോത്രം. ദൈവം ഒരു മനുഷ്യന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊന്നിലധികം വിഷയങ്ങളുണ്ടാകാം. അത് സെമിത്തേരിയുടെ വിഷയമാകാം, അത് തലമുറയുടെ വിഷയമാകാം, അത് ദാസിയുടെ വിഷയമാകാം. സ്തോത്രം. ഹല്ലേലൂയ. അത് ചില ആളുകൾ അധികാരികളുടെ കയ്യിൽ അകപ്പെട്ട വിഷയമാകാം. സ്തോത്രം. അത് ഭൂമിപരമായ വിഷയമാകാം. ഏത് വിഷയമായാലും ഒരു മനുഷ്യന് വേണ്ടി മധ്യസ്ഥയണച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാകാം. ദൈവം ഇടപെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടും. ഇന്ന് രാത്രിയിൽ ദൂരൊന്നും വേണ്ടവരെന്ന് വചനമൊന്ന് ഏറ്റെടുത്താട്ട് ആത്മാവിൽ. എനിക്കറിയാം, ഞാൻ നല്ല ആത്മനിയോഗത്തിലാണ് വചനം ശുശ്രൂഷിക്കുന്നത്. ഓരോരുത്തരോടും വചനത്തിലൂടെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അർദ്ധവരകഞ്ചപരാജരാധകക്ഷകസിയാമസ്തരാധികാരജാന. നമുക്ക് നമ്മെ സമർപ്പിക്കാം. സജീ മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്ലാറ്റ്ഫോമിലായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊന്നിച്ച് പതിവ് പോലെ ഈ തിങ്കളാഴ്ച രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു ചെറിയ കൂട്ടമായി ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒടുവിലായ നിരുദാസോടെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഭോഷത്വങ്ങൾ, അബദ്ധങ്ങൾ, താവേ വ്യർത്ഥതകൾ ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴും ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹത്തെയും കരുതലുകളെയും അബ്രഹാമിൻ്റെ ജീവചരിത്രത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചു. ചെയ്യരുതാത്തത്, പോകണ്ടാത്തടത്ത് താവേ അരുതാത്തത് ഒക്കെ ജീവിതത്തിൽ വന്നു സംഭവിച്ചു. എങ്കിലും പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും ഞങ്ങളുടെ ദൈവം വിശ്വസ്തനായിട്ട് പാർക്കുന്നു.
തൻ്റെ സ്വഭാവം ത്യജിച്ചു കളയുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഞങ്ങളുടെ കർത്താവെ, ഒരു മനുഷ്യന് വേണ്ടി ദൈവം കൊട്ടാരത്തിനകത്ത് അബീമേലെക്കിനോട് സംസാരിച്ചതുപോലെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളോട് ദൈവം സംസാരിപ്പാൻ ശക്തനാകിയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ വചനം ശക്തമായി ശുശ്രൂഷിപ്പാൻ, സംസാരിപ്പാൻ ഞങ്ങളുടെ ഭൃത്യൻ ജോസ് പാസ്റ്ററെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. അടുത്ത തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവോളും കർത്താവെ ഞങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കണമേ. അവിടുത്തെ വരവിൽ പ്രത്യാശ വെച്ച് ഞങ്ങളുടെ വരവിനായി ഒരുക്കപ്പെടാൻ, അനേകരെ ഒരുക്കാൻ ഞങ്ങളെ വീണ്ടും ആത്മാവ് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഈ രാത്രി മീറ്റിംഗിൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. പ്രാർത്ഥന കേട്ട് നമ്മളെ വിടുവിച്ചതിനാൽ സ്വന്തം ചെയ്യാം. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങളെ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം.